നമസ്കാരം. നമ്മൾ മലയാളികളുടെ ഇടയിൽ മില്ലറ്റിനുള്ള പ്രചാരം ഏറി വരികയാണ്. പലതരത്തിലുള്ള മില്ലറ്റ് റെസിപ്പീസ് ഇതിനോടകം തന്നെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞു. മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ മില്ലറ്റ് റെസിപ്പീസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 3 മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നീർദോശ തയ്യാറാക്കാം. നീർദോശയ്ക്ക് വേണ്ടി ചാമരി ഉപയോഗിക്കാം. ചാമരി എന്ന് പറയുമ്പോൾ ലിറ്റിൽ മില്ലറ്റ്, അല്ലെങ്കിൽ കവതപ്പുല്ല് എന്ന് പറയുന്ന ബന്യാട്ട് മില്ലറ്റ്. ഇതിലേതെങ്കിലും ഒരു മില്ലറ്റ് വേണം ഉപയോഗിക്കാൻ. ഞാനിവിടെ ചാമരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം മില്ലറ്റ് എടുത്ത് നന്നായി ഒന്ന് കഴുകിയതിന് ശേഷം 6 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ തലേദിവസം രാത്രി എടുത്ത് നന്നായി കഴുകി കുതിർക്കാനായിട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം കാലത്ത് അരച്ചെടുത്ത് അപ്പോൾ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇത് 2 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കുതിർത്തെടുത്തത്. അപ്പോൾ അതേ വെള്ളം വേണം നമുക്ക് ദോശ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാനും. ഇനി ഇത് കുതിർത്തെടുത്തതാണ് ഞാൻ. അപ്പോൾ അതിലത്തെ വെള്ളം നമുക്കൊരു അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കാം, വെള്ളം മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത മില്ലറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 1 കപ്പ് മില്ലറ്റാണുള്ളത്, അത് ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഇതിലേക്കുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ വെള്ളം ചേർക്കുന്നില്ല, ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം വെള്ളം ചേർക്കാം. ഇതൊന്ന് നന്നായി അടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ആദ്യം 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുത്തത് 1 കപ്പ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നീർദോശയ്ക്കുള്ള ബാറ്റർ എപ്പോഴും നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. നമ്മൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ബാക്കി മില്ലറ്റ് കുതിർത്ത 1 കപ്പ് വെള്ളം കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണ് ബാറ്റർ നല്ല ലൂസായിട്ട് വരുള്ളൂ. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനി പൊങ്ങാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ ദോശ ചുട്ടെടുക്കാൻ പറ്റും. ഇനി ദോശ ചുട്ടെടുക്കാം. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വരണം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ ബാറ്റർ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഓൾറെഡി നാളികേരം ഉള്ളത് കൊണ്ട് നമുക്കിതിൽ എണ്ണയോ നെയ്യോ ഒന്നും തടവേണ്ട ആവശ്യമില്ല. ആ നാളികേരത്തിൽ നിന്ന് തന്നെ എണ്ണ ഊർന്നു വന്നോളും നന്നായി ചൂടാവുമ്പോൾ. നന്നായിട്ട് ദോശ ആയി വരുമ്പോൾ സൈഡുകൾ പതുക്കെ വിട്ടുവരുന്നതായി കാണാം. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നീർദോശ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഏതെങ്കിലും കറികളുടെ കൂടെയോ ചമ്മന്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഡിന്നറായിട്ടും വേണമെങ്കിൽ ഇത് കഴിക്കാം. അടുത്തതായി തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി മില്ലറ്റ് ഇടിയപ്പം. ഇതിനു വേണ്ടി ഏത് മില്ലറ്റിൻ്റെ ഫ്ലവറും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്ന് എടുത്തിരിക്കുന്നത് തിന അല്ലെങ്കിൽ ഫോക്സ് ടെയിൽ മില്ലറ്റിൻ്റെ പൗഡറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിരുന്നു. ലിങ്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ മില്ലറ്റിൻ്റെ പൗഡറാണെങ്കിലും ഇതുപോലെ തന്നെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഏത് പൊടിയാണെങ്കിലും നമ്മളൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറിയതിന് ശേഷം വേണം നമുക്കത് വെച്ചിട്ട് ഇടിയപ്പം തയ്യാറാക്കാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തീന പൊടിച്ചതാണ് എടുക്കുന്നത്. അത് പാനിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാനൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ തീന പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് അതിൻ്റെ ആ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. ഒരു 5 മുതൽ 7 മിനിറ്റാണ് എടുക്കുക. ഇതൊന്ന് വറുത്ത് അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറി വരാനായിട്ട്. ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അത് അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിപ്പോൾ ഒരുവിധം നന്നായി സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ചൂട് ചെറുതായി ഒന്ന് മാറി വരണം. ആ നേരം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുക്കണം. ഇതിപ്പോൾ 1 കപ്പ് പൊടിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന മില്ലറ്റ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ 1.25 തൊട്ട് 1.5 കപ്പ് വെള്ളമാണ് വേണ്ടി വരിക 1 കപ്പ് പൊടിക്ക്. മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെറുതായി ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഏതെങ്കിലും തരം അൺറിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിച്ചത്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിനയുടെ പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം പൊടി. അപ്പോൾ ഈ വെള്ളം എല്ലായിടത്തേക്ക് എത്തി പൊടി നന്നായി ഒന്ന് വാടി വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇത് ഞാൻ ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ച് വെക്കുന്നുണ്ട് 2-3 മിനിറ്റ്. ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് ആറി വരണം. നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു ചൂടിലെത്തണം. കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുകയാണ്. നന്നായി തന്നെ ഇത് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ നൂലപ്പം സോഫ്റ്റായിട്ട് വരുള്ളൂ. നന്നായി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി നമ്മുടെ അച്ചിലേക്ക് ചില്ല് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുഴച്ച് വെച്ച മാവ് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മാവ് ഒന്നെങ്കിൽ നമ്മൾ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം എടുക്കുമ്പോഴേക്കും അത് നല്ല ഡ്രൈ ആയിട്ട് പോവും. അപ്പോൾ നമുക്ക് കുഴയ്ക്കാൻ നല്ല പാടായിരിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് ചൂടായി വരുമ്പോൾ ഇഡ്ഡലി തട്ട് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ നാളികേരം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് ഒരു 10 മിനിറ്റ് എടുക്കും നന്നായി ഒന്ന് വെന്ത് വരാൻ. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം. നൂലപ്പം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ പച്ച മണം മാറിയിട്ടില്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അടുത്തതായി ചെയ്യുന്നത് ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. ഉപ്മാവിന് വേണ്ടി ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് ബാജ്ര എന്നൊക്കെ പറയും. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഉപ്മാവ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബാജ്ര അല്ലെങ്കിൽ കമ്പ് നമ്മുടെ ശരീരത്തിന് ചൂട് നൽകുന്നതാണ്. അതുകൊണ്ട് തണവ് കാലത്താണ് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. എല്ലാ വീഡിയോകളിലും പറയാറുള്ളത് പോലെ തന്നെ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് 6 മുതൽ 8 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഈ കമ്പും ഞാനതുപോലെ വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ കാലത്താണ് മില്ലറ്റ് ഉപ്മാവ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തലേദിവസം രാത്രി തന്നെ കഴുകി വെള്ളത്തിൽ കുതിരാനായി വയ്ക്കുക. എന്നിട്ട് കാലത്തെടുത്ത് നമുക്ക് ഉപ്മാവ് തയ്യാറാക്കിയെടുക്കാം. സാധാരണ മില്ലറ്റുകളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ കമ്പ് വേവാനായിട്ട് കുറച്ചും കൂടി കൂടുതൽ സമയം വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കുക്കറിൽ വേവിച്ചെടുക്കണം. ഇത് കുതിർത്തെടുത്ത കമ്പ് 1 കപ്പാണുള്ളത്. അപ്പോൾ ഇത് ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം മതിയാവും ഇത് വെന്ത് വരാനായിട്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാണ്ടിരിക്കാനും. അതുപോലെ തന്നെ ഇത് കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ നമ്മൾ വെന്ത് കുഴഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് വെള്ളം ഊറ്റിയെടുക്കാനായിട്ട് പറ്റും വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. മില്ലറ്റ് കുതിർത്തെടുത്ത വെള്ളത്തിൽ മില്ലറ്റ് കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുതിർക്കാൻ എടുക്കുമ്പോൾ നമുക്ക് പാചകം ചെയ്യാൻ ആവശ്യത്തിന് എത്ര വെള്ളം വേണോ അത്ര വെള്ളം എടുത്തിട്ട് അതിൽ കുതിർത്തെടുക്കുക. ആ വെള്ളം തന്നെ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇനി ഉപ്മാവ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം ഞാൻ കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുക്കാത്ത പച്ചക്കപ്പലണ്ടിയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ഉപ്മാവ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി ഞാൻ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ആദ്യം കടുകിട്ടൊന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അത് നന്നായി ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഉള്ളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മുമ്പ് കമ്പ് വേവിക്കുമ്പോൾ കുറച്ച് ചേർത്തിരുന്നു. ഇപ്പോൾ ഇതിലേക്കും കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസ് ഏതെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച കമ്പ് ചേർത്ത് കൊടുക്കാം. വേവിച്ച് കഴിയുമ്പോൾ കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായി പ്രസ്സായി പോകും. അതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ 2 മിനിറ്റ് നന്നായി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാനൊരു പിടി തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ആദ്യം തന്നെ കപ്പലണ്ടി കുറച്ച് വറുത്ത് വെച്ചിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കമ്പ് ഉപ്മാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മുമ്പ് ഇതുപോലെയുള്ള മില്ലറ്റ് റെസിപ്പീസ് ഒരുപാട് ഞാൻ ഷെയർ ചെയ്തിരുന്നു. മില്ലറ്റ് റെസിപ്പീസ് എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഞങ്ങളുടെ FB പേജും അതുപോലെ തന്നെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇതുപോലുള്ള റെസിപ്പീസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.